നിരഞ്ജന ഇനി അമ്മാളുവിനെ കാണരുതെന്ന് ഫൈസി. അർച്ചനയെ കാണാനെത്തുന്ന രാജപ്പനോട് അർച്ചനയെ അറിയില്ലെന്ന് കള്ളം പറയുന്ന ചന്ദ്രിക. നിരഞ്ജന തന്റെ നിയന്ത്രണത്തിലല്ല എന്ന് സുധി ഫൈസിയോട് പറയുന്നു. അർച്ചനയെ കാണാൻ ചെവളയെയും കൂട്ടി കാർത്തിയായനി ചന്ദ്രികയുടെ വീട്ടിലെത്തുന്നു. അമ്മാളുവിനെ കാണുന്നതിൽ നിന്നും തന്നെ തടയാൻ ശ്രമിക്കരുതെന്ന് നിരഞ്ജന. ഒയ്യാരത്തേക്ക് പോകില്ലെന്ന് വാശി പിടിക്കുന്ന നിരഞ്ജനയ്ക്ക് മുന്നിൽ സുധി നിസ്സഹായനാകുന്നു. അർച്ചനയുടെ കാര്യത്തിൽ രാജപ്പനെ വിശ്വസിക്കരുതെന്ന് അമ്പിളി. രാജപ്പന്റെ വാക്കുകൾ വിശ്വസിക്കുന്ന നടരാജനെ ചോദ്യം ചെയ്യുന്ന ഗീത. സുധി യാത്ര ഒഴിവാക്കണമെന്ന് വിശ്വനാഥൻ. അച്ഛൻ അമ്മാളുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് നിരഞ്ജന. നമ്മൾ ആ കാര്യം ഭാമിനിയെ കൊണ്ടുവരുമെന്ന് ഉണ്ണിത്താനോട് ഉറപ്പിച്ചു പറയുന്ന നിരഞ്ജന. ഫോൺ അന്വേഷിച്ചെത്തുന്ന സജിക്ക് രേവതി ഒളിപ്പിച്ചു വെച്ച ഫോൺ കൊടുക്കുന്ന ശ്യാമള. നന്നായിട്ടുണ്ട്. ശബരിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. കളർ സെലക്ട് ചെയ്യാനിരുന്നതാണത്രേ. അനുപമയുടെ ഫേവറേറ്റ് കളറായത്. ഇനി ഇവൻ എന്നെ വന്ന് ശല്യപ്പെടുത്തിയ സജി ശല്യം തുടർന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് രേവതി. മുറ്റത്ത് വന്നു നിന്ന് ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തു. അതിനെന്താണ് ഇത്ര വൈകുന്നത്? ഇപ്പൊ തന്നെ ചെയ്യടി. മാഡം പോയാലും അവളെ ഇപ്പൊ കാണാൻ പറ്റില്ല. അമ്മാളുവിനെ കാണാൻ ആശുപത്രിയിലെത്തിയ നിരഞ്ജനയെ ജെയിംസ് തടയും. മാഡത്തെ പേടിച്ചിട്ടാ ഫൈസി സാർ അത് ചെയ്തത്. രാത്രി മഴ തുടരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മാളുവിനെ കാണാണ്ട് തിരിച്ചു വരേണ്ടി വന്നു അല്ലേ? പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ലല്ലോ. ഇനി ആ ശ്രമം നിരഞ്ജന ഉപേക്ഷിക്കുന്ന നല്ലത്. കുറ്റപ്പെടുത്താനോ നോവിക്കാനോ വേണ്ടി പറഞ്ഞതല്ല. എല്ലാവരെയും ശത്രുക്കളാക്കിയും വെറുപ്പിച്ചുമാണ് നിരഞ്ജനയുടെ ഇപ്പോഴത്തെ പോക്ക്. ഇതെന്റെ അവസാനത്തെ പെടച്ചിലായി മാത്രം കണ്ടാൽ മതി. ആരായാലും ജീവൻ ശരീരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ചുറ്റും കാണുന്ന എന്തിനേയും ചുറ്റിപ്പിടിക്കില്ലേ? അങ്ങനെ ഒരവസ്ഥയല്ല ഞാനിപ്പോ. തിങ്കളാഴ്ച വരെ ഈ പെടച്ചിലുണ്ടാവും. താൻ ഓരോന്ന് കാട് കയറി ചിന്തിച്ച് വെറുതെ ടെൻഷൻ ആവുക. ഒന്നും ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതാ ശരി. ഇവിടെ ഞാൻ തോറ്റുപോയാ പിന്നെ എനിക്കാരും വേണ്ട. അവസാന നിമിഷം വരെയും ഒരു പ്രതീക്ഷ വെച്ച ഞാൻ ജീവിക്കുന്നത്. വിധി എന്നോട് ഇനി ഒരു ക്രൂരത കാണിക്കില്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അമ്മയോട് ഞാൻ സംസാരിച്ചു. പറയാനുള്ള അർഹതയില്ലെങ്കിലും കുറച്ച് കടുപ്പിച്ച് തന്നെ സംസാരിക്കേണ്ടി വന്നു. അച്ഛൻ്റെ ഇപ്പോഴത്തെ ശ്രമം തടയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? രണ്ടു കൂട്ടർക്കും ഇടയിൽ നിന്ന് വീർപ്പ് മുട്ടാനേ കഴിയൂ. അച്ഛൻ കടുത്ത നീക്കത്തിനൊന്നും ശ്രമിക്കില്ല. അത് സുധി ഓർത്തൊന്നുമല്ല. അത് പണ്ടേ ഇല്ലല്ലോ. വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും അച്ഛൻ അറിയാം. അതും അച്ഛൻ അവഗണിച്ച അമ്മാളു ലേബർ റൂമിൽ നിന്ന് ജീവനോടെ പുറത്തു വരില്ല. അവൾക്ക് അങ്ങനെ ഒരു വിധിയുണ്ടായ അതിന്റെ കാരണക്കാർ നമ്മളായിരിക്കില്ലേ സുധി? അതിന്റെ പാപമൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ? നമ്മൾ ചെന്ന് ചാടാതിരുന്നെങ്കിൽ അവൾക്ക് ജീവനെങ്കിലും തിരിച്ചു കിട്ടിയേനെ. നിരഞ്ജന പറഞ്ഞത് ശരിയാണ്. ആ വിധി അവൾക്കുണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അച്ഛനെ എനിക്ക് വിശ്വാസമില്ല. മനസ്സാക്ഷിയൊന്നും ആ മനുഷ്യനില്ല. എന്തിനായാലും നിരഞ്ജനയുടെ കൂടെ ഞാനുണ്ടാവും. നമുക്കിതൊരു പോരാട്ടം തന്നെയാണ്. അവൾ അതാണ് ധരിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ.
അവരുടെ മുന്നിൽ ചെന്ന് നിരപരാധിത്വം തെളിയിക്കാനെന്ന് ഞാൻ തയ്യാറല്ല. വിശ്വേട്ട അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ വിശ്വേട്ടന്റെ ഭാഗത്തു നിന്ന് ഒരിടപെടലും ഉണ്ടാവരുത്. സത്യം പറഞ്ഞ വർമ്മയ്ക്കല്ല, എനിക്ക് ആ പെണ്ണിപ്പോ തലവേദന ആയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയോ കിടന്ന ഒരു അടുക്കളക്കാരി പെണ്ണിന് എന്തെങ്കിലും സംഭവിക്കുന്നതിന് ഞാൻ സമാധാനം പറയണമെന്ന് വെച്ചാ അവക്കെന്തെങ്കിലും സംഭവിക്കുന്നാണോ വിശ്വേട്ടൻ പറയുന്നത്? ഞാൻ പറയുന്നതല്ല, ഫൈസി സൂചിപ്പിച്ചതാ. അപ്പോ അവക്കെന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ പഴി വിശ്വേട്ടന്റെ തലേ വരുമല്ലോ. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പഴി കേൾക്കലല്ല എന്റെ പണി. അത് വെറുതെ പഴി കേൾക്കലല്ല വിശ്വേട്ട. ഈ കുടുംബത്തിനകത്തൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും. എന്ത് പൊട്ടിത്തെറിയാ ഉണ്ടാവാൻ പോകുന്നത്? അവൾക്ക് ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്യട്ടെ. ഞാനിത് കുറെ കണ്ടതാ. അതും പറഞ്ഞ് വിശ്വനാഥനെ ഭയപ്പെടുത്താമെന്ന് ആരും കരുതണ്ട. നീ കണ്ടോ, ആ കുഞ്ഞിനെ അവർക്ക് കിട്ടാനും പോകുന്നില്ല, സുധിയുടെ സിംഗപ്പൂർ യാത്ര നടക്കാനും പോകുന്നില്ല. വിശ്വേട്ട, ഇക്കാര്യത്തിൽ എന്റെ ഒരു ഇടപെടലും ഉണ്ടാവില്ല എന്ന് നിനക്ക് ഞാൻ വാക്ക് തരാം. അതുപോലെ എനിക്ക് ആ വാക്ക് മാത്രം മതി. ഒന്ന് താണു കൊടുത്തപ്പോഴുള്ള സ്ഥിതി കണ്ടില്ലേ? സുധിയ നിരഞ്ജനെ വെല്ലുവിളിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന അവനാ. ഒന്നും സമ്മതിക്കാൻ പാടില്ലായിരുന്നു എനിക്കിപ്പോ തോന്നുക. അവന്റെ ചൊൽപ്പടിക്ക് അവള് തുള്ളാനുള്ള കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവനെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് അവളല്ലേ? വിശ്വേട്ട ഇങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്കൊന്നിനും മറുപടിയില്ല. അതിനിടയിൽ ആ ഗീത ഓരോന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. ശബരിയെ വിളിച്ചത് അർച്ചനയാണെന്ന് അവൾ ഉറപ്പിച്ചു പറയുന്നു. എന്നുവെച്ചാ അർച്ചന പ്രഗ്നന്റ് ആയെന്നാണോ? ആ സംബന്ധം പറയാതിരിക്കും ജയന്തേ. സുധിയുടെ തകരാററിയാതെയാണ് അവളിത് പറയുന്നതെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും അങ്ങനൊരു വാക്ക് കേൾക്കുമ്പോ നെഞ്ചിനുള്ളിൽ തീയാ. ആ കള്ളക്കളി പൊളിച്ചതല്ലേ? ഗീതയുടെ വാക്കിന് അത്രയ്ക്കുള്ള വില കൊടുത്താൽ മതി. അവളും മരണം വരെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. കേട്ട് കളയുക, അതല്ലേ നിവർത്തിയുള്ളൂ. രാവിലെ പോയി കട തുറക്കണേ. ഞാൻ കടയിൽ വെച്ച് കിടക്കുന്നത്. രാത്രി ആ ഒഴിയാപാത വരുന്നുണ്ട്. ഇനി കുറെ കടന്ന് തുള്ളിയിട്ട് പോവും. എന്റെ കൈക്ക് പണിയാവുന്ന തോന്നുന്നേ. നീ വാതിലടച്ചു സംശയിച്ചാടി ഞാൻ വന്നേ. അല്ല, നേരത്തെ നീ വാതിലടക്കില്ലെന്ന് എനിക്കറിയാം. എന്താടാ, പോറായില്ലേ? അതോ ഇന്ന് പോടില്ലേ? വിട് 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 വിട്. ഇന്നിവിടെ ഞാനും ഇവളും മാത്രം മതി, അല്ലേടി കള്ള് കാർത്തിയായി? അല്ലേ, എവിടെ കയറി പോകുന്നത്? നിക്കട അവിടെ. എടാ, ഇങ്ങോട്ട് ഇറങ്ങി പോവാനാ പറഞ്ഞത്. അല്ല, താനിത് എന്ത് ഭാവിച്ച? എഴുന്നേക്കട ഇങ്ങോട്ട്. എടാ, എഴുന്നേക്കാനാ പറഞ്ഞത്. ഞാൻ ഇവിടെ കിടന്നോളാടി, നീ എനിക്ക് മുറിയൊന്നും തരണ്ട. അത് ശരി, അപ്പൊ ഇവിടെ ഉറങ്ങാൻ വന്നാണല്ലേ? അതേടി, ഇന്ന് നിന്റെ കൂടെ ഞാനും ഉണ്ടാവും. നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാനും വരും. എനിക്ക് നിന്നെ അങ്ങ് ബോധിച്ചെടി കാർത്തിയായി. പിടിച്ചെഴുന്നേപ്പിക്കട ഇയാളെ. കുടിച്ചിട്ട് കേറി വരാൻ കണ്ട സ്ഥലം. ഞാൻ ഇവിടുന്ന് പോവില്ലടി. ഉറങ്ങി കഴിയുമ്പോ നീ എന്നെ കൊന്നോ? രാജപ്പൻ ഇവിടെ കിടന്ന് മരിക്കും. എന്റെ പെണ്ണിനെ നീ എന്ത് ചെയ്തെന്ന് അറിയാതെ ഞാൻ പോവില്ല. അവൾ ഇറങ്ങിപ്പോയത് നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ? ഞാനത് വിശ്വസിക്കണം അല്ലടി? രാജപ്പൻ അത് തൊള്ളതോടാതെ വിഴുങ്ങാടി. അർച്ചന നിന്റെ കയ്യിലുണ്ടെന്ന് ബോധ്യമായിട്ടാ ഞാൻ വന്നേ. അല്ല, ആരാ നിങ്ങളെ ബോധ്യമാക്കിയത്? അവള് തന്നെ. അവളെന്റെ മക്കളെ വിളിക്കാറുണ്ടടി. അവളെന്റെ വീട്ടിൽ വിളിച്ച് എന്റെ പിള്ളാരോടും ശ്യാമളയോടും സംസാരിക്കാറുണ്ട്. അവരാടി എന്നോട് പറഞ്ഞേ, നീ അവളെ ചെവളയ്ക്ക് പിടിച്ചു കൊടുത്തെന്ന് അവര് കരുതിയത്. ഇപ്പൊ അവർക്ക് ബോധ്യമായി അർച്ചന ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന്. അവളെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്നത് നീയാണെന്ന് അർച്ചന അവരോട് പറഞ്ഞു. അവൾ എവിടെയുണ്ടെന്ന് നീ പറയണ്ടടി. ഇവിടെ ഞാൻ അങ്ങ് കൂടാൻ പോവുക. ഇനിയിപ്പോ രാജപ്പന്റെ താമസം
നിന്റെ കൂടെയാ. എന്താടാ നോക്കി നിൽക്കുന്നേ? ഇറങ്ങി പോടാ. ഇവർക്ക് വാതിലടയ്ക്കണം. ആ നീ ഇതുവരെ പോയില്ലേടാ? പറഞ്ഞു വിടടിയവനെ. തൂക്കിയെടുത്ത് ഗേറ്റിന് പുറത്തു കൊണ്ട് കളയടാ ഇയാളെ. തടി ചീത്തയാണ്ടെങ്കിൽ ഇറങ്ങിപ്പോയ്ക്കോ. പോകാൻ വന്നതല്ലടി ഞാൻ, നിന്റെ കൂടെ പൊറുക്കാനാ വന്നേ. പിടിച്ചു കളയടാ ഇയാളെ. ഞാൻ ഇനിയും വരുവടി. ഞാൻ ഇവിടെ കയറി പൊറുക്കുകയും ചെയ്യും. ഞാൻ കാശ് കൊടുത്ത് വാടകയ്ക്കെടുത്ത വീടായത്. ഇറങ്ങി പോടോ. നിനക്ക് വച്ചിട്ടുണ്ടടി. വന്ന് കേറിക്കോളും. ചായ. ആര് വന്നല്ലോ? നീ എന്താ രാവിലെ? അയ്യോ, എന്റെ വീട്ടിൽ കയറി വന്ന് എന്തിനാണ് നീ എന്റെ കരണത്തടിച്ചത്? ഇപ്പൊ നീ ഇവളെ കൊണ്ട് ഇറങ്ങണം. ഇവള് മാത്രമല്ലടി, നീയും ഇറങ്ങും. നിന്നെ ഇവളെയും കൊണ്ടുപോകാൻ പോകുന്നത് SP ആൾക്കാരാ. എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയ. അർച്ചന എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാ ഞാൻ രായപ്പനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. നീയായിട്ട് അത് പൊളിച്ചു. ഇവൾ ഇപ്പോഴും എന്റെ കയ്യിലുണ്ടെന്ന് അയാൾ അറിഞ്ഞു. ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നേ? ഇവള് രായപ്പന്റെ മക്കളെ ഫോൺ വിളിച്ച് സൊല്ലുന്നത് നീ അറിഞ്ഞില്ലേടി? നീ കൊടുക്കാതെ ഇവളുടെ കയ്യിൽ എവിടുന്നാടി ഫോൺ? ഇന്നലെ രാത്രി രായപ്പൻ എന്റെ വീട്ടിൽ കയറി വന്നു. ഇവള് വിളിക്കാറുള്ള കാര്യം മക്കൾ അയാളോട് പറഞ്ഞു. അവളുമാരുടെ അച്ചുവെച്ച് എന്റെ കയ്യിലുണ്ട്, അച്ഛൻ ചെന്ന് പിടിക്കാൻ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോടി ഇവക്ക് ഫോൺ കൊടുക്കരുതെന്ന്. എന്നിട്ട് എന്റെ വാക്കിന് നീ പുല്ല് വിലയെങ്കിലും കൽപ്പിച്ചോ? അത് ചേച്ചി ചേച്ചി അത് പിന്നെ ചന്ദ്ര ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല. ചേച്ചി കുളിക്കാൻ പോയ നേരം നോക്കി ഫോൺ എടുത്ത് വിളിച്ചത് ഞാന്. ഒരുപാട് തവണയൊന്നും വിളിച്ചിട്ടില്ല, ഒരു തവണ മാത്രം. ചന്ദ്ര ചേച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പാവം ചന്ദ്ര ചേച്ചി, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ഫോൺ കണ്ടപ്പോ എടുത്ത് വിളിച്ചത് ഞാനാ. നീ എന്തിനാ അങ്ങനെ ചെയ്തത്? ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നത് ആർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടിയല്ലയോ? എന്നിട്ട് നീ എന്നെ കൂടെ അപകടത്തിൽപ്പെടുത്താനാ നോക്കുന്നത്. വീട്ടിൽ നിന്ന് പോരുമ്പോ ഞാൻ പറഞ്ഞതല്ലേ രായപ്പന്റെ മക്കളെ വിളിക്കരുതെന്ന്? നീ അത് കേട്ടോ? എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. അറിഞ്ഞു വെച്ച് നീ ചെയ്ത തെറ്റായത്. അവരെ കൊണ്ട് ദോഷമല്ലാതെ ഒരു ഗുണം ഉണ്ടാവത്തില്ലെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ആ പിള്ളാരെ നീ വിശ്വസിച്ചു. രായപ്പന്റെ മക്കളാ അവര്. ആ മൂത്ത പെണ്ണുണ്ടല്ലോ രായപ്പന്റെ സൈഡാ. ഇത്രയും കാലം ആ വീട്ടിൽ ജീവിച്ചിട്ട് നീ അത് മനസ്സിലാക്കാതെ പോയത് കഷ്ടം തന്നെ. അവര് ചിറ്റപ്പനോടൊന്നും പറയില്ല. മറ്റേതോ വഴിക്ക് ചിറ്റപ്പൻ അറിഞ്ഞതാ. വേറെ ഏത് വഴി? അതും കൂടെ നീ പറ. അയാളുടെ മക്കളെ നീ വിളിക്കാറുണ്ടെന്നാ എന്നോട് പറഞ്ഞത്. നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാ ഞാൻ അയാളെ വിശ്വസിപ്പിച്ചത്. കുറച്ചൊക്കെ അയാളത് വിശ്വസിക്കുകയും ചെയ്തു. അപ്പോഴാ നീയായിട്ട് ഇങ്ങനെ ഒരു അപകടം വരുത്തി വെച്ചത്. ഇപ്പോ നീ എന്റെ കയ്യിലുണ്ടെന്ന് അയാൾക്ക് ഉറപ്പായി കഴിഞ്ഞു. അയാൾ ആ വിവരം ചെന്ന് SP പറയത്തില്ലെന്ന് എന്തുറപ്പാ ഉള്ളത്? പോലീസുകാരൊന്നും എന്നെ പിടിച്ചോണ്ട് പോയാ പിന്നെ പിടിച്ചു നിൽക്കാനൊന്നും എനിക്ക് പറ്റിയെന്ന് വരില്ല.
അവരുടെ തല്ല് കിട്ടുമ്പോ നീ ഇവിടെ ഉണ്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോകും. നീ മാത്രമല്ല, ഒരു തെറ്റും ചെയ്ത ചന്ദ്രയും അകത്താകും. ഞാൻ ചെയ്ത തെറ്റെനിക്ക് മനസ്സിലായി. ഞാനിനി ആരെയും വിളിക്കില്ല. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അർച്ചനെ. നീ വിളിച്ച നമ്പർ രായപ്പൻ SP യുടെ കൈ കൊടുത്താ മതി ചന്ദ്രി കുടുങ്ങാൻ. എന്നോട് ക്ഷമിക്കൂ ചേച്ചി. ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്ക. രായപ്പനോ അയാളുടെ കുടുംബത്തിനോ നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നീ ഒരു അപകടത്തിലും ചെന്ന് ചാടാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞ നിന്റെ കാര്യം നടക്കും. അല്ലെങ്കിൽ നീ ഇനി എന്നെ ഒന്നിനും പ്രതീക്ഷിക്കണ്ട. ഒരു സഹായം ചെയ്ത അല്ലേലും അങ്ങനെ ഒടുവിൽ ദോഷമായിട്ടേ വരൂ. കണ്ട കള്ളുവാറ്റുകാരിയുടെ കടി മേടിച്ചു തരാനാണോ നീ ഒരുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ചേച്ചി നിന്ന് തുള്ളുന്നതിന് മുമ്പ് കാര്യത്തിന്റെ ഗൗരവം അറിയണം. രായപ്പൻ ചേട്ടന് ഈ വീട് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ അയാള് വിവരം SP കൈമാറും. പോലീസ് വന്ന് കാർത്തു ചേച്ചിയെ കൊണ്ടുപോയാ ചേച്ചിയും ഞാനും കുടുങ്ങും. അവരിൽ നിന്നും ഒരു ദയം പ്രതീക്ഷിക്കണ്ട. നീ ഒന്ന് ക്ഷമിക്കടി ചന്ദ്രി. ഞാൻ കരുതിയത് ഫോൺ കൊടുത്തത് നീയാണെന്ന്. ഇനിയെങ്കിലും അവള് കാണാത്ത സ്ഥലത്ത് ഫോൺ കൊണ്ടുവയ്ക്കണം. ഒരു കണ്ണ് അവളുടെ കാര്യത്തിൽ വേണം ചേച്ചി. ഈ അവസ്ഥയിൽ ചാടിപ്പോകാൻ അവള് മടിക്കില്ല. എന്റെ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ചെയ്തു പോയതല്ലേ. നീ ഒരു കാര്യം ചെയ്, നിന്റെ ദേഷ്യം തീർക്കാൻ എന്നെ അങ്ങ് തല്ലിക്കൂ. അവളുടെ പിണക്കൊക്കെ കുറച്ച് കഴിയുമ്പോ മാറുവിടാ. നീ വണ്ടി എടുക്ക, വാ നമുക്ക് പോകാം. ശബരി എഴുന്നേറ്റില്ലേ? അവൻ നേരത്തെ എഴുന്നേറ്റു. ജോഗിങ് കഴിഞ്ഞ് മുകളിലേക്ക് പോയിട്ടുണ്ട്. നീ അവനൊന്ന് വിളിക്ക്. ശബരി, ശബരി. ബുധനാഴ്ച എനിക്ക് ഹൈക്കോർട്ട് വരെ പോണം. ഒരു ദിവസം ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് കുറച്ചു പേരെ നേരിട്ട് ക്ഷണിക്കാനുണ്ട്. ഗീത കൂടി വാ. എങ്കി വരുന്ന വഴിക്ക് ഹരിപ്പാട് ഇറങ്ങി ഹരിയേയും ക്ഷണിക്കാം. ആ യാത്രയിൽ അത് നടക്കുമല്ലോ. രാവിലെ തന്നെ കല്യാണ ക്ഷണിക്ക് ഇറങ്ങുവാണോ? ഈ മാസം തന്നെ വിളിച്ചു തീർക്കണ്ടേ? നീ ആ ട്രാവൽസിൽ ചെന്ന് അഡ്വാൻസ് കൊടുക്കണം. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോവാം. നിങ്ങളെങ്ങോട്ടെന്ന്? തറവാട്ടിലേക്ക്. വൈകിട്ട് ഞങ്ങൾ വരൂ. പ്രഭാകരന. ഹലോ, വക്കീൽ വീട്ടിലുണ്ടോ? ഞങ്ങളിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങാം. ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരാം. ഒരു വിവരം നേരിൽ പറയാനുണ്ട്. എന്താ പ്രഭാകര? സീരിയസ് മാറ്റർ വലുതാണോ? അത് വക്കീലെ, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നമുക്ക് നേരിൽ കാണാം. പ്രഭാകരൻ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറ. വക്കീലെ, ഈ കല്യാണം നടക്കില്ല. നിങ്ങൾ എന്ത് അസംബന്ധം പറയുന്നേ? കല്യാണം നിശ്ചയിച്ച ആളുകളെയും ക്ഷണിച്ചിട്ട് അഡ്വക്കേറ്റ് നടരാജന്റെ അഭിമാനത്തെയാ നിങ്ങളിപ്പോ മുറിവേൽപ്പിച്ചിരിക്കുന്നത്. വിട്ടുകളയില്ല പ്രഭാകര. നിങ്ങളിതിന് കനത്ത വില നൽകേണ്ടി വരും. എന്താ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. എടാ മോനെ. എന്തായാലും അച്ഛൻ പറയേ. നാണം കിട്ടു പോയിടാ. ഇതിൽ പല അപമാനിന് വരാനില്ല. കല്യാണം നടക്കില്ലേ? ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് ആ പെണ്ണ് രാത്രി ഇറങ്ങി പോയെന്ന്. അയ്യോ, നോ, അനുപമ അങ്ങനെ ചെയ്യില്ല. അവൾ ഒരുത്തന്റെ കൂടെ പോയി കഴിഞ്ഞു. എല്ലാം അവളുടെ അനിയത്തിക്ക് അറിയാവുന്നു. എന്റെ ദൈവമേ, നമ്മളിനി എന്ത് ചെയ്യട്ടാ? എനിക്കറിയില്ല ഗീത. ഇനി എന്ത് ചെയ്യണമെന്നൊരു രൂപമില്ല.
ചെയ്തതിനുള്ള ശിക്ഷയാടാ ദൈവം നിനക്ക് തന്നത്. അമ്മേ, ഇത് ദൈവശിക്ഷ അല്ലെങ്കിൽ പിന്നെ എന്താടാ? ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് അമ്മ പറയുന്നേ? നീ ചെയ്ത തെറ്റെന്താണെന്നോ നിനക്ക് ഇതുവരെ അത് മനസ്സിലായില്ലേ? അവൾ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയത് എന്റെ കുറ്റമാണോ? അതേടാ, നീ അല്ലെങ്കിൽ മറ്റൊരുത്തൻ ഇതേ സ്ഥാനത്ത് ചെന്നെങ്കിലും ഇത് തന്നെ സംഭവിച്ചാലേ. നിന്നെ അവിടെ കൊണ്ടെത്തിച്ചത് ഈശ്വരനാ. ഒരു പെണ്ണിനോട് നീ ചെയ്ത കൊടുംചതിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ തന്നെ നിനക്ക് കിട്ടി. അമ്മ ആരുടെ കാര്യം പറയുന്നേ? ഞാൻ ഒരുത്തേം ചതിച്ചിട്ടില്ല. അർച്ചനയെ നീ അത്ര പെട്ടെന്നങ്ങ് മറന്നു അല്ലേടാ? നീ ഒരുത്തനാടാ ആ പാവം പെണ്ണിന് അങ്ങനെ ഒരു വിധി ഉണ്ടാക്കി കൊടുത്തത്. ഗത്യന്തരം ഇല്ലാതെയാ അവൾ അന്ന് സുധിയെ വിളിച്ചത്. മുൻപൊരിക്കൽ പോലും സുധിയെ വിളിക്കാൻ അവൾ തയ്യാറായില്ല. വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാ അവൾ അവനെ വിളിച്ചത്. നീ അത് അവനെയും ഒളിപ്പിച്ചു വെച്ചു. സിം കാർഡ് വരെ നശിപ്പിച്ചു കളഞ്ഞു. എന്ത് ചെയ്യാനും മടിക്കാത്ത നിന്റെ അച്ഛനോടും വിശ്വേട്ടനോടും ചേർന്ന് നീ അവളുടെ ജീവിതം തുലച്ചു. നീ ആ ഫോൺ സുധിയുടെ കൈ കൊടുത്താൽ മാത്രം മതിയായിരുന്നു. ഒരു പെണ്ണിന്റെ മാനത്തിന് പോയിട്ട് അവളുടെ കുഞ്ഞിന് പോലും നീ ഒരു വിലയും കൊടുത്തില്ല. അത് സുധിയുടെ കുഞ്ഞാണെന്ന പരിഗണന പോലും നീ കാണിച്ചില്ലല്ലോടാ. അതൊരു തട്ടിപ്പണം തെളിഞ്ഞില്ലേ? അന്ന് വിളിച്ചത് അർച്ചനയല്ലെന്ന് നിനക്ക് എന്റെ മുഖത്ത് നോക്കി പറയാവോടാ? വിളിച്ചത് അർച്ചന തന്നെ. പക്ഷേ രാജപ്പൻ അവളെ കൊണ്ട് വിളിപ്പിച്ചെന്ന പിന്നീട് ഞാൻ കരുതിയത്. രാജപ്പൻ ചതിച്ചതാണെന്ന് അറിഞ്ഞപ്പോ നീ അങ്ങനെ വിശ്വസിച്ചു. ഒരു പെണ്ണും അങ്ങനെ വിളിക്കില്ലടാ. അവള് സുധിയെ ചതിക്കാൻ തയ്യാറാവില്ല. അവിടെ നിനക്ക് തെറ്റുപറ്റിയത്. രാജപ്പന്റെ കൂടെ ചേർന്ന് സുധിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന പെണ്ണാണോടാ അർച്ചന? നീ വിശ്വസിച്ചോടാ? നീ നെഞ്ചു പൊട്ടി കരയുന്നത് വരെ ദൈവം നിനക്ക് ശിക്ഷ തന്നുകൊണ്ടിരിക്കും. അതിലൊരു പങ്ക് ഞാനും അനുഭവിക്കണം. അർച്ചന എവിടെയോ നെഞ്ചുരുകി ജീവിക്കുന്നുണ്ടാവും. വിവരം അറിഞ്ഞെങ്കിൽ സുധി അവളെ കൈവിടില്ലെന്ന് അവൾക്കറിയാം. അവള് ശപിക്കുകയും കണ്ണീരൊഴിക്കുകയും ചെയ്യുന്നത് അവനെ ഓർത്തല്ല, നിന്നെ ഓർത്ത. നീ എന്ന ചതിയനെ ഓർത്ത്. അവളെ കെഞ്ചി പറഞ്ഞതല്ലേടാ നിന്നോട്. നിനക്ക് പക്ഷെ മനസാക്ഷി ഇല്ലാതെ പോയി. ഇനി അനുഭവിക്ക്. ഇതുകൊണ്ടൊന്നും തീരില്ല ശബരി. ഞാൻ സുധിയുടെ അർച്ചനയാ. ഞാൻ പ്രഗ്നന്റ്. ആദ്യം സുധിയോട് പറയാൻ ഞാൻ ആഗ്രഹിച്ചതാ. Hãy subscribe cho kênh Ghiền Mì Gõ để không bỏ lỡ